വെൽക്കം ടു കൊറിയൻ മല്ലൂസ്. അൺചൈൻഡിലെ വന്ന ഡ്രാമയുടെ 12ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ മുറോങ്ങിന്റെ സേവകരുടെ അടികൊണ്ട് ദുവയുടെ പുറമൊക്കെ പൊട്ടിപ്പൊളിയുന്നു. രാജാവ് തനിക്കൊരു വാണിംഗായിട്ടാണ് ഇങ്ങനൊരു ശിക്ഷ തന്നതെന്ന് അവന് മനസ്സിലാക്കുന്നുണ്ട്. അവൻ മുറിയിൽ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇല്ലു ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ ജനാലിൽ കൂടി അവനോട് സംസാരിക്കുന്നു. അവൻ എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നെങ്കിലും അധികം സമയം സംസാരിക്കാൻ അവൾക്ക് കഴിയുന്നില്ല. അതിനു മുമ്പ് തന്നെ മുറോങ് അത്യാവശ്യമായി അവളെ അന്വേഷിക്കുന്നുണ്ട് എന്ന് കാവ വന്നിരിക്കുന്നു. ദുവ അവൾക്കൊപ്പം ചെല്ലാമെന്ന് പറഞ്ഞെങ്കിലും അതിൻ്റെ ആവശ്യമില്ല, വെറുതെ സംശയം ഉണ്ടാക്കണ്ട, ഇതെനിക്ക് ഹാൻഡിൽ ചെയ്യാവുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവൾ അങ്ങോട്ടേക്ക് പോകുന്നു. ഇല്ലുവും അവളുടെ കസിൻ ഷെങ്ങും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ഷെങ്ങിൻ്റെ ജോലിക്കാരനെ ചോദ്യം ചെയ്തതിൽ നിന്ന് മുറോങ് വിചാരിച്ചിരിക്കുന്നത്. മാത്രമല്ല ഇല്ലുവിനെക്കുറിച്ച് സിറ്റിയിലാക്കി അന്വേഷിച്ചപ്പോൾ അവൾക്കൊപ്പം ഭർത്താവിനെ പോലെ ഒരാൾ ചുറ്റി നടന്നിരുന്നു എന്നറിയാൻ കഴിഞ്ഞു. അത് ഷെങ്ങാണ് എന്നാണ് അയാൾ വിചാരിച്ചിരിക്കുന്നത്. ഷെങ്ങുമായി അടുത്താത്ത ബന്ധമൊന്നുമില്ല എന്നവൾ പറയുന്നുണ്ടെങ്കിലും അയാൾ അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കൂടെ ഉണ്ടായിരുന്നതൊക്കെ ദുവ ആണെന്ന് അവൾക്കല്ലേ അറിയൂ. രാജാവിൻ്റെ ആരോപണം കേട്ടുകൊണ്ട് അവിടേക്ക് വന്ന് ദുവ അവൾക്ക് വേണ്ടി സംസാരിക്കുന്നുണ്ടെങ്കിലും അവളെ സംരക്ഷിക്കണമെന്ന ജോലി അവൻ മര്യാദയ്ക്ക് ചെയ്യാതിരുന്നതിനും അവിടെ നടക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാതിരുന്നതിനുമൊക്കെ മുറോങ് അവനെയും കുറെ കുറ്റപ്പെടുത്തുന്നു. എന്ത് ശിക്ഷ വേണമെങ്കിലും ഏൽക്കാൻ തയ്യാറാണെന്ന് ദുവ അറിയിച്ചപ്പോൾ പ്രിൻസിന്റെ രാജാവിനെതിരെയുള്ള നീക്കങ്ങൾ തടയാൻ കഴിഞ്ഞത് അവൻ്റെ ശ്രമം കൊണ്ടാണ്. അത്ര വലിയൊരു സംഭാവന ചെയ്ത അവനെ എങ്ങനെ ശിക്ഷിക്കാനാണ്? എന്തായാലും ശിക്ഷ ചോദിച്ച സ്ഥിതിക്ക് തൽക്കാലം തലസ്ഥാനത്തേക്ക് മടങ്ങി വരണ്ട, കൊള്ളക്കാരെയും മറ്റും അമർച്ച ചെയ്യാനായി ഇവിടെ തന്നെ നിന്നാൽ മതിയെന്ന് മുറോങ് ഉത്തരവിടുന്നു. നാളെ തന്നെ എനിക്കൊപ്പം കൊട്ടാരത്തിലേക്ക് മടങ്ങാൻ തയ്യാറായിക്കോളാൻ ഇല്ലുവിനോടും പറയുന്നു. ദുവ എന്തൊക്കെ തടസ്സങ്ങൾ പറഞ്ഞ് നോക്കുന്നുണ്ടെങ്കിലും അയാളുടെ തീരുമാനത്തിന് മാറ്റമൊന്നുമില്ല. അന്ന് രാത്രി ദുവ രഹസ്യമായി ഇല്ലുവിൻ്റെ മുറിയിലെത്തി ഒളിച്ചോടാമെന്നറിയിക്കുന്നു. അവളും അതിനെക്കുറിച്ച് ചിന്തിച്ചിരുന്നെങ്കിലും അവൻ്റെ ചേട്ടനെ കൊന്നവരോട് ഇതുവരെയും പ്രതികാരം ചെയ്തിട്ടില്ലാത്തതിനാൽ തനിക്ക് വേണ്ടി അതിനുള്ള അവസരം നഷ്ടപ്പെടുത്തിയാൽ പിന്നീട് അവൻ അതോർത്ത് ദുഃഖിക്കുമെന്ന് പേടിയുണ്ടായിരുന്നു. അവൾ അതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ശത്രു ആരാണെന്ന് പോലും ഇപ്പോൾ അറിയില്ല. ചേട്ടനെ എന്തായാലും നഷ്ടപ്പെട്ടു, ഇനി ആകെയുള്ളത് നീ മാത്രമാണ്, നിന്നെ കൂടി നഷ്ടപ്പെടുത്താൻ തയ്യാറില്ല, അതുകൊണ്ട് അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കാതെ ഒളിച്ചോടാമെന്ന് തന്നെ അവൻ പറയുന്നു. കൊള്ളക്കാരെ അമർച്ച ചെയ്യാനായി ദുബായോട് ഇന്ന് തന്നെ പുറപ്പെടാൻ മുറോങ് ഉത്തരവിട്ടിരുന്നു. അവനിപ്പോൾ പുറപ്പെടുകയാണ്. നാളെ അവൾ കൊട്ടാരത്തിലേക്ക് മടങ്ങുന്ന വഴി രക്ഷപ്പെടാൻ സാധിക്കുന്ന ഒരേ ഒരു സ്ഥലമായ ഒരു ചുരം അവൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അവിടെ എത്തുമ്പോൾ എന്തെങ്കിലും പറഞ്ഞ് രഥത്തിൽ നിന്നിറങ്ങണം. അവനും അവൻ്റെ ആൾക്കാരും അവിടെ ഉണ്ടാകും. അവിടെ നിന്ന് രാജാവിൻ്റെ കണ്ണു വെട്ടിച്ച് രക്ഷപ്പെടാൻ എളുപ്പമാണ്. അങ്ങനെ പ്ലാനെല്ലാം അവൾക്ക് പറഞ്ഞു കൊടുത്തിട്ട് അവൻ അപ്പോൾ തന്നെ പുറപ്പെടുന്നു. അവർ പോകുന്നത് മുറോങ് പറഞ്ഞയച്ച ആരോ മറിഞ്ഞ് നിരീക്ഷിക്കുന്നത് ദുബായുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ദുബ രക്ഷപ്പെടാനുള്ള പ്ലാനൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോയെങ്കിലും അത് എത്രത്തോളം വർക്കൗട്ട് ആകുമെന്ന് ചിന്തിച്ച് ഇല്ലു ആകെ ടെൻഷനിലാണ്. മാത്രമല്ല രാജാവിന് മറ്റെന്തെങ്കിലും പ്ലാൻ ഉണ്ടായിരിക്കുമോ എന്നും അവളുടെ മനസ്സിൽ സംശയം തോന്നുന്നു. അതുകൊണ്ട് തന്നെ അയാളുടെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമെന്നറിയാൻ അയാൾക്ക് കഴിക്കാൻ എന്തോ റെഡിയാക്കിക്കൊണ്ട് അവൾ അയാളുടെ മുറിയിലേക്ക് പോകുന്നു. ദുബ സിറ്റി വിട്ടുപോയി എന്ന കാര്യം പറയാനായി സുൻ ആ സമയത്ത് മുറോങ്ങിൻ്റെ മുറിയിലുണ്ടായിരുന്നു. ദുബോയ്ക്ക് പകരം വിശ്വസ്തനായി നിയമിക്കാൻ തീരുമാനിച്ച യുസു അവിടെ എത്തിയിരുന്നു. ദുബോ അവിടെ കാവലിന് ഏർപ്പെടുത്തിയിട്ട് പോയ അവൻ്റെ ആൾക്കാരെല്ലാം അവൻ്റെ ചാരന്മാരായിരിക്കുമെന്നറിയാവുന്നതിനാൽ യുസു രഹസ്യമായി അവരെ മുഴുവൻ കൊല്ലുന്നു. മുറോങ്ങിൻ്റെ അമ്മയുടെ വിശ്വസ്തനായ സേവകനായിരുന്നു ഈ യുസു. ദുബോയെ പോലെ തന്നെ കരുത്തനും ആയുധാഭ്യാസമൊക്കെ നന്നായി അറിയാവുന്നവനുമാണ്. അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെ മുഴുവൻ കൊല്ലാൻ അവൻ തനിച്ച് മതിയായിരുന്നു. അവനെ രാജസൈന്യത്തിൻ്റെ തലവനെ നിയമിക്കാൻ മുറോങ് സുന്നിന് നിർദ്ദേശം നൽകുന്നു. മാത്രമല്ല തിരികെ കൊട്ടാരത്തിലേക്കുള്ള യാത്രയിൽ അവനും സൈന്യവും അകമ്പടി സേവിക്കാനുണ്ടാകണം. ഇല്ലു രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് സാധ്യതയുള്ള ഒരേ ഒരു സ്ഥലം ചുരമാണ്. അതുകൊണ്ട് അവിടെ എത്തുമ്പോൾ ശക്തമായ കാവലുണ്ടായിരിക്കണം. അവളുടെ കാമുകൻ ആരായിരുന്നാലും അതൊരു പ്രശ്നമല്ല. എന്തായാലും അവനെ സ്പോട്ടിൽ വെച്ച് തന്നെ കൊല്ലണമെന്ന നിർദ്ദേശവും മുറോങ് അയാൾക്ക് നൽകുന്നു. അയാൾക്ക് ഫുഡുമായി വന്ന ഇല്ലു മുറിക്ക് പുറത്ത് നിന്ന് ഇത് കേൾക്കുന്നതിനാൽ പിന്നെ അയാളെ വിളിക്കാൻ നിൽക്കാതെ വേഗം മുറിയിലേക്ക് പോകുന്നു. ദുബൈയുടെ പ്ലാൻ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള മുറോങ്ങിൻ്റെ നീക്കം അവളെ വല്ലാതെ ഭയപ്പെടുത്തുന്നു. തിരികെ വന്ന അവളുടെ മുഖം കണ്ട് എന്ത് പറ്റിയെന്ന് ടോം കുറേ തവണ ചോദിച്ചെങ്കിലും അവൾ ഒന്നും തുറന്നു പറയുന്നില്ല. അപ്പോഴേക്കും സുൻ മുറിക്ക് പുറത്തെത്തി പുറപ്പെടാൻ തയ്യാറായി സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ട് ഇറങ്ങാൻ പറയുന്നു. അന്ന് രാത്രി തന്നെ അവർ അവിടെ വിടുന്നുണ്ട്. രഥത്തിലിരിക്കുമ്പോൾ മുഴുവൻ ഇന്ത്യയിലെ ചിന്ത ദുബായെക്കുറിച്ചായിരുന്നു. അവൻ പറഞ്ഞതുപോലെ ചുരമെത്തുമ്പോൾ താൻ രഥത്തിൽ നിന്നിറങ്ങിയാൽ അവൻ ഉറപ്പായും കൊല്ലപ്പെടും. അതുകൊണ്ട് തന്നെ അവൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി സ്വന്തം സുഖം വേണ്ടെന്ന് വയ്ക്കാൻ തന്നെ അവൾ തീരുമാനിക്കുന്നു. ഇത്രയും കാലം അവൻ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തു, ഇന്നു മുതൽ ഞാൻ അവനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോവുകയാണ് എന്നവൾ ടോങ്ങിനോട് പറയുന്നുണ്ട്. വഴിയിലൊരിടത്ത് അവർക്ക് റിലാക്സ് ചെയ്യാൻ വേണ്ടി ഒരു ഷോ തയ്യാറാക്കിയിരുന്നു. അത് കാണാൻ ഇന്നിലും ഇറങ്ങേണ്ടി വരുന്നു. യാത്ര തുടരാൻ നേരം പക്ഷേ മനഃപൂർവ്വം മുറോങ് അവളെ തൻ്റെ രഥത്തിലേക്ക് വിളിച്ചുകൊണ്ട് പോകുന്നു. തനിക്ക് രക്ഷയില്ല എന്ന് അവൾക്ക് ഇതിനകം തന്നെ മനസ്സിലായിരുന്നു. ദുബായ് സംഘവും ഈ സമയം എല്ലാം പറഞ്ഞിരുന്ന സ്ഥലത്ത് വെയിറ്റ് ചെയ്യുകയാണ്. അവിടെ നിൽക്കുമ്പോഴും ഇത് വളരെ അപകടം പിടിച്ചൊരു നീക്കമാണ്. ശരിക്കും ചിന്തിച്ച് മറ്റെന്തെങ്കിലും പ്ലാൻ കണ്ടെത്തിക്കൂടെ എന്നൊക്കെ പറഞ്ഞ് കാവ അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇനി പിന്നോട്ടില്ല എന്ന് ഉറച്ച തീരുമാനത്തിലാണ് ദുവോ. അധികം വൈകാതെ രഥങ്ങൾ അതുവഴി കടന്നു വരുന്നു. ദുവോ ചാടി വീഴുമെന്ന പേടിയിൽ ഇല്ലു ചുറ്റും നോക്കുന്നുണ്ട്. മുറോങ് വലിയ ഗൗരവത്തിൽ കണ്ണുകൾ അടച്ചൊരയിരിപ്പാണ്. മുമ്പ് ഇല്ലു സഞ്ചരിച്ചിരുന്ന രഥത്തിൽ ടോങ്ങിനെയും സുന്നിനെയും കൂടാതെ ആയുധധാരികളായ സൈനികരുമുണ്ട്. ഏത് നിമിഷവും ഒരു ആക്രമണത്തിന് തയ്യാറായിരിക്കുകയാണ് അവർ. എന്തെങ്കിലും കാരണം പറഞ്ഞ് രഥം നിർത്തിച്ച് ഇല്ലു പുറത്തിറങ്ങും എന്ന പ്രതീക്ഷയിൽ കാത്തിരുന്ന ദുവോ മുഴുവൻ രഥവും കടന്നു പോകുന്ന കണ്ട് അവൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയതായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ ആക്രമിക്കാൻ മുന്നോട്ടായെന്നുണ്ടെങ്കിലും കാവയും ഷില്ലിനും കൂടി അവനെ ബലമായി പിടിച്ചു നിർത്തുന്നു. ചുരം കഴിയാറായിട്ടും ഇല്ലുവിന് പുറത്തിറങ്ങാൻ യാതൊരു ഉദ്ദേശവുമില്ലെന്ന് മനസ്സിലായപ്പോൾ എന്തെങ്കിലും ആവശ്യത്തിന് പുറത്തിറങ്ങണമെങ്കിൽ രഥം നിർത്തിത്തരാമെന്ന് മുറോങ് അവളോട് അങ്ങോട്ട് പറയുന്നു. അയാൾ 2-3 തവണ നിർബന്ധിച്ചെങ്കിലും അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറുന്നു. താൻ വെറുതെ സംശയിച്ചതായിരിക്കുമെന്ന് കരുതി അതുവരെ അവൾ ചെയ്തതൊക്കെ ക്ഷമിക്കാൻ തയ്യാറാണ്.
ഇനി മുതൽ നിന്റെ മനസ്സിൽ ഞാൻ മാത്രമേ ഉണ്ടായിരിക്കാൻ പാടുള്ളൂ എന്ന് മുറോങ് അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറയുന്നു. സമ്മതം മുള്ളാനേ അവൾക്ക് കഴിയുന്നുള്ളൂ. എത്ര രക്ഷപ്പെട്ട് ഓടാൻ ശ്രമിച്ചിട്ടും അവൾക്ക് തിരികെ കൊട്ടാരത്തിൽ തന്നെ എത്തേണ്ടി വരുന്നു. താൻ ചതിച്ചതാണ് എന്ന് തന്നെയാവും ദുവോ ചിന്തിക്കുന്നത്. ഒരു തരത്തിൽ അവൻ അങ്ങനെ ചിന്തിക്കുന്നത് തന്നെയാണ് നല്ലത്. അങ്ങനെയെങ്കിലും അവൻ പഴയ എല്ലാവരും പേടിക്കുന്ന ആ ദുവോയി മാറുമല്ലോ എന്നൊക്കെ അവൾ ടോങ്ങിനോട് പറയുന്നു. ഇനി എന്തായാലും ദുബോയ്ക്കൊപ്പമുള്ള ഒരു ജീവിത സ്വപ്നം കാണാൻ കഴിയില്ല. അവനുവേണ്ടി ആകെ ചെയ്യാൻ കഴിയുന്നത് അവൻ്റെ ചേട്ടൻ്റെ മരണത്തിന് ഉത്തരവാദികളായവരെ കണ്ടുപിടിക്കാൻ സഹായിക്കുക എന്നത് മാത്രമാണ്. അവനുവേണ്ടി അതെങ്കിലും എനിക്ക് ചെയ്തു കൊടുക്കണം എന്നും അവൾ പറയുന്നു. വർഷങ്ങളായി ദുബോയും അവൻ്റെ ആൾക്കാരും പരിശ്രമിച്ചിട്ട് കണ്ടെത്താൻ കഴിയാത്ത കൊലയാളികളെ ആ കൊട്ടാരത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവൾ എങ്ങനെ കണ്ടെത്താനാണ് എന്ന് ചോദിച്ച് ടോങ് അവളെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആദ്യം മുതലേ അവരുടെ അന്വേഷണ വഴികളിൽ പിഴവ് പറ്റിയതുകൊണ്ടാണ് അവർക്ക് ഇതുവരെ ആൾ കണ്ടെത്താൻ കഴിയാത്തത് എന്ന് ഇല്ലു അഭിപ്രായപ്പെടുന്നു. അവൻ്റെ ചേട്ടനെ കൊന്നത് പ്രിൻസ് അല്ല എന്ന് അയാൾ പറഞ്ഞെങ്കിലും അയാൾ മുഴുവൻ സത്യവും പറഞ്ഞിട്ടില്ല. ചിലപ്പോൾ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന മറ്റാരെങ്കിലും ആകാം ആ കൊലപാതകി. അന്ന് പ്രിൻസിൻ്റെ എംബ്ലമുള്ള ഒരു രഥമായിരിക്കില്ല അതുവഴി കടന്നുപോയത്. മറ്റേ രഥത്തിലുണ്ടായിരുന്ന ആരാണ് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞാൽ കൊലപാതകയെ കണ്ടെത്താൻ കഴിയും എന്ന് തുടങ്ങി ഇല്ലു തൻ്റെ നിഗമനങ്ങളൊക്കെ ടോങ്ങിനോട് പറയുന്നു. കൊട്ടാരത്തിൽ പ്രിൻസിനോട് കൂറുള്ള ആൾ എന്ന നിലയിൽ രാജ്ഞിയിൽ നിന്ന് എന്തെങ്കിലും വിവരം കിട്ടിയേക്കുമെന്ന് അവൾ കണക്ക് കൂട്ടുന്നു. പക്ഷേ രാജ്ഞിക്ക് അവളോട് പണ്ട് മുതലേ ശത്രുതയായതിനാൽ നേരിട്ട് ഒരു ഇടപെടൽ സാധ്യമല്ല. അതുകൊണ്ട് ഇതുവരെ സമ്പാദിച്ച പണം ഉപയോഗിച്ച് രാജ്ഞിക്ക് ചുറ്റുമുള്ള തോഴിമാരെയൊക്കെ വിലക്കെടുത്ത് അവരുമായി അടുക്കാൻ എങ്ങനെയെങ്കിലും വഴി കണ്ടെത്തണം എന്നൊക്കെ അവൾ പ്ലാൻ ചെയ്യുന്നു. അപ്പോഴാണ് അവിടെ നിന്ന് കൊണ്ടുവന്ന പണം മുഴുവൻ അവർ വന്നു കഴിഞ്ഞപ്പോൾ അവരെ കാണാൻ എത്തി ദാസിമാർക്കും മറ്റുമായി ടോങ് സംഭാവന നൽകിയെന്നറിയുന്നത്. ഇല്ലു ഉറക്കമായിരുന്നതിനാൽ അതിനെക്കുറിച്ചൊന്നും നേരത്തെ അറിഞ്ഞിരുന്നില്ല. ആ പണമെല്ലാം വെറുതെ കിട്ടിയതാണെന്ന് ചോദിച്ച് അവൾ ടോങ്ങിനെ വഴക്ക് പറയുന്നുമുണ്ട്. ഇൻവെസ്റ്റിഗേഷൻ ഫസ്റ്റ് സ്റ്റെപ്പ് തന്നെ പണമില്ലാത്തത് കൊണ്ട് മുടങ്ങിയതിൽ അവൾ നിരാശയാകുന്നത് കണ്ട് ഇതിനെക്കുറിച്ച് ഇത്ര വിഷമിക്കേണ്ട കാര്യമില്ല. പതുക്കെയാണെങ്കിലും ദുബോയും ചിന്തിച്ച് ഇതേ നിഗമനത്തിൽ തന്നെ എത്തും എന്ന് ഉറപ്പാണ് എന്നൊക്കെ ടോങ് പറയുന്നു. എനിക്ക് ദുബോയ്ക്ക് വേണ്ടി ഇനി വേറൊന്നും ചെയ്യാൻ കഴിയില്ല. ഞങ്ങൾക്കിടയിൽ സംഭവിച്ചതൊക്കെ മുഴുവനായി മറക്കേണ്ടി വന്നേക്കാം. ആകെ അവനുവേണ്ടി എനിക്ക് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് ഇത് മാത്രമാണെന്ന് അവൾ വിഷമത്തോടെ ആണെങ്കിലും ടോങ്ങിനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അപ്പോഴാണ് സുൻ അവിടെ എത്തി രാജാവ് എന്ന് അവൾക്കൊപ്പമാണ് ഉറങ്ങാൻ പോകുന്നത് അതിന് തയ്യാറായിരിക്കാൻ അറിയിക്കുന്നത്. ഇല്ലുവിൻ്റെ തലയിൽ ഇടുത്തി വീണതുപോലെയായിരുന്നു ആ അറിയിപ്പ്. എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടുമെന്നറിയാതെ അവൾ ആകെ വിഷമിക്കുന്നു. ഇല്ലു മടങ്ങിയെന്നറിഞ്ഞ് വാൻ അവളെ കാണാൻ പോകാനായി ഇറങ്ങിയപ്പോഴാണ് ചേട്ടന് സംഭവിച്ചതിനെക്കുറിച്ചൊക്കെ അറിഞ്ഞ ലിയാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രശ്നമുണ്ടാക്കുന്നതായി തോഴി വന്ന് അറിയിച്ചത്. വാൻ വേഗം അങ്ങോട്ടേക്ക് ഓടുന്നു. ലിയാൻ പുറത്തു പോകണമെന്ന് പറഞ്ഞ് കാവൽക്കാരുമായി ഫൈറ്റ് ചെയ്യുകയാണ്. അവന് ശരിക്കും പരിക്കേൽക്കുന്നുണ്ട്. വാൻ അവിടെ എത്തിയപ്പോഴേക്കും അവൻ്റെ ബോധം നഷ്ടപ്പെട്ടിരുന്നു. അവൻ്റെ ശരീരത്തിലെ മുറിവുകൾ കണ്ട് ഏതെങ്കിലും വൈദ്യന്മാരെ വിളിപ്പിക്കാൻ അവൾ പറയുന്നുണ്ടെങ്കിലും അവിടെ കാര്യം കടത്തിവിട്ടരുതെന്നാണ് രാജകൽപ്പന. അതുകൊണ്ട് തിരികെ പോകാൻ കാവൽക്കാർ അവളോട് ആവശ്യപ്പെടുന്നു. അവനെ ചികിത്സിക്കാൻ വൈദ്യന്മാരെ അയക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അവൾ മുറങ്ങിൻ്റെ അടുത്തെങ്കിലും അയാൾ അവളെ വഴക്ക് പറഞ്ഞ് തിരിച്ചയക്കുന്നു. ലിയാനുമായി അടുക്കരുതെന്ന് അയാൾ മുമ്പ് തന്നെ വാണിംഗ് തന്നിരുന്നതാണ്. ഇനി ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് വരരുതെന്ന് അയാൾ പറയുന്നു. മാത്രമല്ല കുറച്ച് ദിവസത്തേക്ക് അവളെ അങ്ങോട്ടേക്ക് കടത്തിവിടരുതെന്ന് കാവൽക്കാർക്കും ഉത്തരവ് നൽകുന്നു. വാൻ ആകെ നിരാശനായി അവിടെ നിന്ന് മടങ്ങുന്നു. ഈ സാഹചര്യത്തിൽ തന്നെ സഹായിക്കാൻ ഇല്ലുവിൽ മാത്രമേ കഴിയൂ എന്ന് അവൾക്കറിയാമായിരുന്നതിനാൽ അവൾ നേരെ ഇല്ലുവിൻ്റെ അടുത്തേക്കാണ് പോയത്. അവളെ സഹായിക്കാമെന്ന് ഇല്ലു വാക്ക് കൊടുക്കുന്നു. പക്ഷെ പകരമായി അവളെന്തോ ഒരു കണ്ടീഷൻ വെക്കുന്നുണ്ട്. വാൻ അത് സമ്മതിച്ചതുകൊണ്ടാവണം ഇല്ലു ഡ്രസ്സപ്പ് ചെയ്ത് റെഡിയായി മുറോങ്ങിനെ വിരുന്നിന് ക്ഷണിക്കുന്നു. വാൻ പറഞ്ഞു കൊടുത്തതനുസരിച്ച് മുറോങ്ങിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണവും അവൾ റെഡിയാക്കി വെച്ചിരുന്നു. ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അയാൾ അവളെ അഭിനന്ദിച്ചപ്പോൾ അതുണ്ടാക്കാൻ സഹായിച്ചത് വാൻ ആണെന്ന് പറഞ്ഞ് ഇല്ലു വാനെ അവിടേക്ക് വിളിപ്പിക്കുന്നു. അപ്പോൾ തന്നെ മുറോങ്ങിന് അവളുടെ ഉദ്ദേശം മനസ്സിലായെങ്കിലും ഇല്ലു ബുദ്ധിപൂർവ്വം സംസാരിച്ച് അയാൾക്ക് വാൻവാനോടുണ്ടായിരുന്ന ദേഷ്യം തണുപ്പിക്കുന്നു. മാത്രമല്ല ലിയാനെ ചികിത്സിക്കാൻ വൈദ്യനെ അയക്കാനും സമ്മതിപ്പിക്കുന്നു. അവിടെ നിന്ന് മടങ്ങുന്നതിന് മുമ്പ് വാൻ ഇല്ലുവിനോട് നന്ദി പറയുന്ന രീതിയിൽ ഒരു ചെറിയ കുപ്പി ആരും കാണാതെ അവളെ ഏൽപ്പിച്ചിട്ടാണ് പോയത്. മുറോങ്ങിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പ്രാർത്ഥനയ്ക്കായി ക്ഷേത്രത്തിലേക്ക് പോകുന്നതിനെക്കുറിച്ച് ഇല്ലു പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും മുറോങ് അതിന് സമ്മതിക്കുന്നില്ല. എന്ന് മാത്രമല്ല അവളെ ബലമായി പിടിച്ചുകൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി രാത്രിയിലത്തേക്ക് റെഡിയാക്കി കൽപ്പിക്കുകയും ചെയ്യുന്നു. ഇല്ലു നിവൃത്തിയില്ലാതെ വാൻ നൽകിയിട്ട് പോയ കുപ്പിയിലെ മരുന്ന് ഉപയോഗിക്കാൻ തന്നെ തീരുമാനിക്കുന്നു. അത് ഉള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ശരീരം മുഴുവൻ വ്രണങ്ങളായി ആകെ വികൃതമാകും. അങ്ങനെ സംഭവിച്ചാൽ വെറുപ്പ് തോന്നി മുറോങ് തന്നെ വെറുതെ വിടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവൾ അതിന് തയ്യാറാകുന്നത്. ടോങ് കരഞ്ഞുകൊണ്ട് അവളെ പിന്തിരിപ്പിക്കാൻ കുറച്ച് ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇല്ലു പിന്മാറാൻ തയ്യാറില്ല. മുറോങ് എത്തുന്നതിന് മുമ്പേ അവൾ ആ മരുന്ന് വയലിൽ കലക്കുന്നുണ്ടെങ്കിലും അവൾക്ക് കുടിക്കാനുള്ള ടൈം കിട്ടുന്നില്ല. ടെൻഷൻ മാറ്റാനെന്ന് പറഞ്ഞ് മുറോങ്ങിൻ്റെ മുന്നിൽ വെച്ച് അവൾ അത് കുടിക്കാനിറങ്ങിയപ്പോൾ അവൾക്കൊരു കമ്പനി നൽകാൻ വേണ്ടി തനിക്ക് കൂടി ഒരു ഗ്ലാസ് ഒഴിക്കാൻ അയാൾ പറയുന്നു. രാജാവിനെ അപകടപ്പെടുത്താൻ ശ്രമിച്ചാൽ തലപോകുന്ന കുറ്റമാണെന്നറിയാവുന്ന ടോങ് പേടിച്ച് പറിക്കാൻ തുടങ്ങുന്നു. അവളുടെ എക്സ്പ്രഷൻ കണ്ടപ്പോൾ തന്നെ മുറോങ്ങിന് എന്തോ സംശയം തോന്നുന്നതിനാൽ അവളോട് അത് കുടിക്കാൻ തന്നെ ആവശ്യപ്പെടുന്നു. ഇല്ലു അതിന് സമ്മതിക്കാതെ ഇടയ്ക്ക് കയറി തടയുന്നുണ്ട്. അതിലെന്താണ് ചേർത്തിരിക്കുന്നത് സത്യം പറയാൻ മുറോങ് ടോങ്ങിനോട് ആവശ്യപ്പെടുന്നു. അവളെ ശിക്ഷിക്കാതിരിക്കാൻ വേണ്ടി അവൾക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ് ഇല്ലു അതിൽ ചേർത്തിരുന്ന മരുന്നിനെക്കുറിച്ച് പറയുന്നു. തൻ്റെ ഒപ്പം മുറങ്ങാതിരിക്കാൻ വേണ്ടി അവൾ കണ്ടെത്തിയ മാർഗം മുറോങ്ങിനെ ഭയങ്കരമായി ദേഷ്യം പിടിപ്പിക്കുന്നു. ടോങ്ങിനെ പിടിച്ചുകൊണ്ടുപോയി 30 അടി കൊടുത്ത ശേഷം അവളെ കൊട്ടാരത്തിലെ തുണികളൊക്കെ കളർ ചെയ്യുന്ന ഡൈയിങ് വർക്ക്ഷോപ്പിലെ ജോലിക്കാരിയാക്കാൻ അയാൾ ഉത്തരവിടുന്നു. ഇന്ന് വരെ അവളോട് മാത്രമേ ഇഷ്ടം തോന്നിയിട്ടുള്ളൂ. അവൾക്ക് വേണ്ടതെല്ലാം നൽകാൻ തയ്യാറാണ്. എന്തൊക്കെ ചെയ്തിട്ട് ക്ഷമിക്കാൻ തയ്യാറാണ്. എന്നിട്ടും കൂടെ കഴിയാൻ തയ്യാറല്ലേ? എൻ്റെ ഒപ്പം കഴിയാതിരിക്കാൻ വേണ്ടി സ്വന്തം മുഖം പോലും നശിപ്പിക്കാൻ വരെ നീ തയ്യാറായി. ഇത്രയ്ക്ക് നീ സ്നേഹിക്കുന്ന ആരെയാണെന്നൊക്കെ ചോദിച്ചാൽ ഇല്ലുവിനെ ബലമായി പിടിച്ച് ഡൈനിങ് ടേബിളിലേക്ക് കിടത്തി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു. അവൾ ശക്തമായി എതിർക്കുന്നുണ്ട്. അയാളെ തള്ളിമാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ അവളുടെ കൈകൊണ്ട് അയാൾക്ക് ചെറിയ പരിക്ക് പറ്റുകയും അവൾ അയാളെ തല്ലി എറിയുകയും ചെയ്യുന്നു. ബഹളം കേട്ട് കാവൽക്കാരൊക്കെ അകത്തേക്ക് ഓടി വന്നെങ്കിലും അവരെല്ലാം മുറങ്ങ് പുറത്താക്കുന്നു. ഇല്ലുവിന് ശിക്ഷയായി അവൾ തന്നെ നന്നായി സേവിച്ചുവെന്നും അതിൽ സന്തോഷിച്ച് അവൾക്ക് കൺസൾട്ട് ദിവാൻ എന്ന
ഉയർന്ന പദവി നൽകിയാണെന്നും നാട് മുഴുവൻ അറിയിക്കാൻ മുറോങ് സുന്നിനോട് പറയുന്നു. അവളെ കൊട്ടാരത്തിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നത് തന്നെ മന്ത്രിമാർക്കിടയിൽ ഭയങ്കര പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കൺസൾട്ടാക്കുക കൂടി ചെയ്താൽ കൂടുതൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കും എന്നൊക്കെ സുൻ ഉപദേശിച്ചെങ്കിലും ഇല്ലു എൻ്റെ മാത്രം സ്വന്തമാണ് എന്ന് ഈ ലോകം മുഴുവൻ അറിഞ്ഞേ പറ്റുമെന്ന് ദേഷ്യത്തിൽ പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. ദുവോ നീ എവിടെയാണെന്ന് പറഞ്ഞ് ഇല്ലു നിസ്സഹായമായി കരഞ്ഞുകൊണ്ടിരിക്കുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.